ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സത്യം പറഞ്ഞത്. വീണ്ടും അതേ പല്ലവി തന്നെ. ഇനി ഈ നിൽക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ നിഴലാന്നും കൂടി പറ. അല്ല, അത് ഞങ്ങൾ വിശ്വസിക്കാം. പാറു പറഞ്ഞത് സത്യമാണ് സർ. ഞങ്ങള് സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോ വാതിലടഞ്ഞു. കാറ്റാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് വാതിൽ തുറക്കാൻ നോക്കിയപ്പോ തുറക്കാൻ പറ്റുന്നില്ല. ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് ആര് പൂട്ടാൻ? ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലാതെ വേറെ ആര് വരാനാ? പിന്നെ സെക്യൂരിറ്റി ഉണ്ട്, അയാള് പുറത്തല്ലേ. ആരെങ്കിലും വിളിച്ചാലല്ലാതെ അയാൾ ഇങ്ങോട്ട് വരുമോ? കമ്പനിക്കകത്ത് കയറേണ്ട ആവശ്യം അയാൾക്കില്ലല്ലോ. പറയുന്നൊന്ന് വിശ്വസിക്കൂ സർ. നിങ്ങളൊരു കഥ കെട്ടി ചമച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇവിടെ നിന്ന് വിളമ്പുമ്പോ അത് വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരാ? ഞങ്ങൾ എന്തിനാ കഥ കെട്ടി ചമയ്ക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ സത്യമാ. നീ മിണ്ടരുത്. ഞാൻ കരുണാകരൻ സാർ, വേണ്ട. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ഇവർ സമ്മതിച്ചു തരില്ല. കൈലാഷ്, പ്രിയനെയും പാർവതിയെയും കാണാനില്ല എന്ന് നീ വിളിച്ചു പറയുമ്പോൾ കോള് കട്ട് ചെയ്തിട്ട് സൈബർ സെല്ലിലുള്ള എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. ഞാൻ നിന്നോടത് പറഞ്ഞിരുന്നില്ല. രണ്ടുപേരുടെയും ലൊക്കേഷൻ ഇതാണെന്നാ അവനന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞത്. അങ്ങനെയാ നമ്മളിവിടെ വരുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച്. ഗോഡൗൺ തുറന്നത് നീയാ. ഗോഡൗൺ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉറക്കമാണോ? നന്നായി, ഉറങ്ങിക്കോ. ഇങ്ങനൊരു കാഴ്ച തന്നെയാണ് കൈലാഷ് കാണേണ്ടത്. ഈ കാഴ്ച കാണുന്ന നിമിഷം അവൻ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. പിന്നെ നിങ്ങൾ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. കുറച്ച് സമയം കൂടി കിടന്നുറങ്ങിക്കോ. പറയൂ കൈലാഷ്, നീ കാണുമ്പോൾ ഈ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? കൈലാഷ് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നതേ ഉത്തരവില്ലാഞ്ഞിട്ടല്ല. നിങ്ങളിൽ നിന്നേ കൈലാഷ് ഇത് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ അങ്കലാപ്പ് കാരണം ഒന്നും പറയാനാവാതെ നിന്നുപോയതാ. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല സർ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ആരെങ്കിലും തെറ്റ് സംഭവിക്കൂ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിപ്പിക്കാനല്ലേ ശ്രമിക്കൂ. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ട നിന്ന നിപ്പിന് മലക്കം പറയാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ മലക്കം പറയാൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ വില പോവില്ല. കാരണം നിങ്ങളെ കൈയോടെ പൊക്കിയത് ഞങ്ങളാരുമല്ല, കൈലാഷ് സാർ തന്നെയാ. ഇവൻ ഇവിടുത്തെ സൂപ്പർവൈസറാ. നീ ഇവിടുത്തെ താഴ്ന്ന നിലയിലെ ജോലിക്കാരിയാണെങ്കിലും കമ്പനിക്ക് പുറത്ത് നിങ്ങൾ രണ്ട് വ്യക്തികളാ. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതിന് ഇഷ്ടം പോലെ ഹോട്ടലുകളില്ല ഈ ടൗണില്. അവിടെ എവിടെയും പോവാതെ നിങ്ങൾക്കടക്കം അന്നം തരുന്ന ഈ കമ്പനിയിൽ തന്നെ വെച്ച് വേണമായിരുന്നോ ഈ വഷളത്തരം? ഞാൻ എന്റെ ക്യാബിനിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടാ ഒരു ദിവസത്തെ ജോലി തുടങ്ങുന്നത്. കൈലാസ് സാറിന്റെ ക്യാബിനിലെ PKR സാറ് തൊട്ടു തൊഴുന്നൊരു വിഗ്രഹമുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും പ്രാർത്ഥനയോടെയാ ഒരു ദിവസത്തെ ജോലി ആരംഭിക്കുന്നത്.
അന്നം തരുന്ന സ്ഥാപനത്തിന് ഒരു ക്ഷേത്രം പോലെ ഇവിടെയുള്ള എല്ലാവരും കാണണേ. ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വരണേ? ലോഡ്ജിന് കൊടുക്കാൻ കാശില്ലായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ കടമായിട്ട്. കരുണാകരൻ പറഞ്ഞു നിങ്ങൾ കാട് കയറുന്നു. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ സാറേ. ഈ സ്ഥാപനമായിട്ട് എനിക്കുള്ള ആത്മബന്ധം കൈലാസ് സാറിന് നന്നായിട്ട് അറിയാലോ. സത്യം പറഞ്ഞാലൊന്നും എന്റെ അരിശം തീരില്ല. 2 4 പൊട്ടിച്ചാൽ എന്റെ അരിശം തീരുള്ളൂ. ഞാൻ കുറെയൊക്കെ നിയന്ത്രിക്കുന്ന സാറേ. തല്ലണോ കൊല്ലണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം. ഞാനത് ചെയ്യുകയും ചെയ്യും. നാളെ കാലത്ത് എല്ലാവരും ഇവിടെ ഉണ്ടാവണം. പ്രൊഡക്ഷൻ സെക്ഷനിലുള്ള എല്ലാവരും നാളെ കാലത്ത് കൃത്യം 10 മണിക്ക്. ഈ കാര്യത്തില് എന്റെ തീരുമാനം എന്താണെന്ന് ഞാൻ അപ്പൊ പറയും. അതുവരെ ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. സർ, മാഡം, ഞങ്ങൾ പറയുന്നത് മാഡം എങ്കിലും ഒന്ന് വിശ്വസിക്കാം. പാറു വന്നേ. മാഡം വരാനല്ലേ പറഞ്ഞത്? നിന്റെ ഇവിടുത്തെ അധികാരം നാളത്തോടെ അവസാനിക്കും. 10 മണിക്ക് കൈലാഷ് സാറ് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞ ഞാൻ നിന്നെ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. നമ്മൾ തമ്മിൽ കുറെ കടങ്ങൾ വീട്ടാനില്ലേ?